ആരാണ് എന്താണ് മോഹൻലാൽ എന്ന് നമ്മൾ മലയാളികളൊക്കെ മനസ്സിലാക്കിയ ഒരു ദിവസമാണ് കഴിഞ്ഞു പോകുന്നത്. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 41ാമത്തെ ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന ദിവസം രണ്ട് മനുഷ്യരെ കുറെ തെറ്റായ ചിന്തകളുടെ പേരിൽ അപമാനിക്കാനും മാറ്റി നിർത്താനും ഈ സമൂഹത്തിന് ചേർന്നവരല്ല, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നൊക്കെ പറഞ്ഞു പരത്തിയ ഒരാളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ ലാലേട്ടൻ ചോദ്യം ചെയ്തതിന് ശേഷം ഞാൻ അവരെ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് പറഞ്ഞതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ശരിക്കും അമ്മമാർ വരെ മുന്നിൽ വന്നിട്ട് ആ മക്കൾ എൻ്റെ വീട്ടിലേക്ക് വരാണെങ്കിൽ വരട്ടെ, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അതല്ലേ ഏറ്റവും വലുത് എന്ന് ചോദിക്കുന്നു. ലാലേട്ടൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നു. ഒത്തിരി മെസ്സേജുകൾ അതിൽ എല്ലാം ഈ അമ്മമാർ ഉമ്മമാർ ഒക്കെ ഈ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ നല്ല കുട്ടികളാണ്, അവർ നന്നായി ജീവിക്കട്ടെ, നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാം എന്നൊക്കെ പറയുന്ന രീതിയിൽ സംസാരിച്ചു എന്ന് ഒരുപാട് മക്കൾ മെസ്സേജായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു. അത് മോഹൻലാൽ പറഞ്ഞു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. മോഹൻലാൽ എന്ന് പറയുന്നത് കേരളത്തിലെ അമ്മമാർക്ക് ആരാണ് എന്നുള്ളത് അവരുടെ മകനായിട്ട് കാണുന്ന ആളുകളുണ്ടാവും, ഒരു പക്ഷേ അവരുടെ ഒരു കൂട്ടുകാരനായിട്ട് കാണുമായിരിക്കും. അത്രയധികം മോഹൻലാൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മോഹൻലാൽ സ്വീകരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് സ്വീകരിച്ചിടാ എന്ന് പറയുന്നൊരു ചിന്ത. ശരിക്കും പറഞ്ഞാൽ LGBTQ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോരാട്ടം അവരെ അംഗീകരിക്കാതിരുന്നൊരു കാലഘട്ടം, ഇസഡ് എന്ന് പറയുന്നത് അവരെ അംഗീകരിക്കുന്ന ഒരു സുന്ദരമായ ലോകമാണെന്ന് വിചാരിക്കൂ. A മുതൽ MNOP വരെയൊക്കെ ഒരുപാട് ആളുകളുടെ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ച് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷേ ഈ Oയിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് ഒരു X വരെയൊക്കെ അത് ദാന്ന് പറഞ്ഞ് ലാലേട്ടൻ എത്തിച്ചു എന്ന് തോന്നിപ്പോയി. കാര്യം മനുഷ്യരാണെന്നേ, മനുഷ്യരെ വേദനിപ്പിക്കാതെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ അനുവദിക്കൂ, സ്നേഹമാണ് വലുത് എന്ന് പറയുന്നൊരു കാര്യം ഇത്രയും ആളുകളിലേക്ക് ലാലേട്ടൻ എത്തിച്ചു എന്നുള്ളത് അത് മോഹൻലാലിന് മാത്രമേ പറ്റുള്ളൂ. ഇവരൊക്കെ ഉള്ള നാട്ടിൽ ഇവരൊക്കെ സ്നേഹിച്ചുകൊണ്ടാണല്ലോ നമ്മളും ജീവിക്കുന്നത് എന്നറിയുമ്പോഴുള്ളൊരു അഭിമാനത്തിൻ്റെ ദിവസമാണ് കടന്നു പോകുന്നത്. അങ്ങനെ 42ാമത്തെ ദിവസം മോഹൻലാൽ വീണ്ടും ടീം അംഗങ്ങളെ മീറ്റ് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ആദ്യം മുന്നിലേക്ക് എടുത്തു വെക്കുന്ന പ്രശ്നം ഒനീലിൻ്റെ പ്രശ്നമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, ബിഗ് ബോസ് ഹൗസിൽ നടന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഒനീലിൻ്റേതായിരുന്നു. ഒനീലിനോട് തലേ ദിവസം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒനീലിൻ്റെ വിഷയം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളത് സംസാരിക്കും. എണീറ്റ് നിർത്തി ഒനീലിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഒനീലിൻ്റെ പ്രശ്നം. ഒനീൽ അത് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഒനീൽ പറയുന്നത്, ഞാൻ അങ്ങനെ വീണപ്പോൾ മസ്താനിയെ പിടിച്ചിട്ടുണ്ടായിരുന്നു, വീണ സമയത്ത് സംഭവിച്ചതാണ്, അതാണ് ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ തിരുത്തുന്നുണ്ട്. അത് ഇഷ്യൂ അല്ല, അതാണ് സംഭവം. അതിനെ ഇഷ്യൂ എന്ന് പറഞ്ഞ് അങ്ങനെയല്ല അതിനെ ഡീൽ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ആ ഒരു ഒനീലിൻ്റെ ഭാഗം വ്യക്തമാക്കുന്ന സമയത്ത് തന്നെ അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഒനീലിൻ്റെ ഭാഗം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആരുടെ ഭാഗമാണ് കേൾക്കേണ്ടത്? മസ്താനിയുടെയാണ്. മസ്താനിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഫീൽ ചെയ്തത്. മസ്താനി പറഞ്ഞു എനിക്കൊരു പ്രഷർ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. മോശമായിട്ടാണോ, അതൊരു ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. അങ്ങനെയാണ് ഇത് ലക്ഷ്മിയോട് പറയുന്നതെന്നാണ് മസ്താനി അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായും ലാലേട്ടൻ ബിഗ് ബോസിനോട് പറഞ്ഞ് അന്ന് എന്താണ് അപ്പോഴെന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവിടെ വീഡിയോയിൽ പ്ലേ ചെയ്യുകയാണ്. വളരെ സിമ്പിളായി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, പിടിച്ചില്ലായിരുന്നെങ്കിൽ വീഴുമായിരുന്നല്ലോ, വീഴാൻ പോകുമ്പോൾ പിടിക്കാന്ന് പറയുന്ന സ്വാഭാവിക ഒരു റിയാക്ഷൻ അല്ലേ എന്നുള്ളതാണ്. ഞങ്ങൾക്കും പ്രേക്ഷകർക്കും അങ്ങനെ തോന്നിയിട്ടില്ല, അതൊരു ബാഡ് ടച്ച് ആയിട്ട് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യേണ്ട ആളിലേക്ക് ലാലേട്ടൻ തിരികെയാണ്. ലക്ഷ്മിയാണ്. തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ലക്ഷ്മി ഉപയോഗിച്ചിട്ടുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിലാണെങ്കിൽ 50 മീറ്റർ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് കൂടി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. 50 മീറ്റർ ഡിസ്റ്റൻസ് ഇട്ടിരിക്കാൻ ഏത് ബസ്സിലാണ് ഇവിടെ സാധിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ലക്ഷ്മി അപ്പം തന്നെ എണീറ്റ് ഞാൻ അപ്പോളജൈസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റാണ് എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ ആവർത്തിച്ച് ചോദിക്കുന്നത് എന്താണ് നിങ്ങളെ ട്രിഗർ ചെയ്തതെന്നാണ്. ജെന്യുവനായിട്ട് അപ്പോളജൈസ് ചെയ്യാണ് എന്ന് ലക്ഷ്മി പറയുമ്പോൾ ഒനീൽ അതിന് മറുപടി ആയിട്ട് കൊടുക്കുന്നത്, എൻ്റെ വീട്ടുകാർ ഇത് കാണുന്നുണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്, ഞാനിവിടെ ഒരു 10-45 ദിവസമായിട്ട് നിൽക്കുന്നു, ഇത്രയും ദിവസമായി ഇവിടെയുള്ള ഒരു പെൺപിള്ളേർക്കും എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാതിയില്ല. മസ്താൻ ഇതൊരു വിഷയമാക്കി, ലക്ഷ്മി അതിനെ ഡീൽ ചെയ്ത രീതി ശരിയായില്ല. ഇതൊക്കെയാണ് ഒനീൽ പ്രൊജക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. ലാലേട്ടൻ ഒരു 2-3 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഒനീൽ റിലാക്സ് എന്നുള്ളത്. ഒനീൽ റിലാക്സ് ചെയ്തോളൂ, ഒനീലിൻ്റെ ഭാഗത്ത് കുഴപ്പമില്ല, നമുക്ക് ഈ വിഷയം ഇത് ഇത്രയും മോശമായി ഡീൽ ചെയ്തതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കേണ്ടത് എന്ന് ലാലേട്ടൻ പറയാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഒനീലിനോട് റിലാക്സ് ആയി ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം മറ്റ് ടീം അംഗങ്ങളോടുകൂടി ലാലേട്ടൻ ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. ജിസേൽ നോമിനേഷൻ്റെ സമയത്ത് തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒനീലിനെ അത്രയധികം തനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അയാളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നുള്ളത് ജിസേൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് തന്നെ ജിസേൽ ആവർത്തിക്കുന്നുണ്ട്. അതിനോടൊപ്പം ലക്ഷ്മിയെ ഇവരൊരുമിച്ച് ജയിലിലുണ്ടായിരുന്ന സമയത്തൊക്കെ പറഞ്ഞ് കൺവിൻസ് ആക്കാൻ നോക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി ഇവിടെ ടീംമേറ്റ്സിനോട് മാപ്പ് പറയാൻ തയ്യാറാവാം. അതിൽ പറഞ്ഞൊരു വാക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ
ഞാൻ എല്ലാവരോടും മാപ്പ് പറയാം എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് പറഞ്ഞതാണ്. അങ്ങനെ വേണമെങ്കിലല്ലോ, നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടായി കഴിയുമ്പോൾ മാപ്പ് പറയുക. അവർ ക്ഷമിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യം. പക്ഷേ മാപ്പ് പറയാൻ അത് ആർക്കെങ്കിലും വേണമെങ്കിലല്ല. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയണം. ഷാനവാസ് മസ്താനിയുടെ ഭാഗത്താണ് ഇത് തെറ്റ് എന്നുള്ള രീതിയിൽ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് അവിടെ ഉപയോഗിച്ച, ഒനീലിനെ റെഫർ ചെയ്യാൻ ഉപയോഗിച്ച വാക്ക് ബ്രദർ എന്നുള്ളതാണ്. അത് ഞാൻ ശ്രദ്ധിച്ചു. ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് നേരെ ഇത്തരം ആരോപണങ്ങൾ വരുന്നത് ആദ്യമായിട്ടല്ല. അപ്പോൾ സ്വാഭാവികമായും അയാൾക്കൊപ്പം നിൽക്കുക, അയാളുടെ ഭാഗത്താണ് ന്യായമെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അയാൾക്കൊപ്പം നിൽക്കുക. ഒരു സഹോദരനായി ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയാന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്ബർ പറയുന്നത് ഞങ്ങൾ ഈ ഉള്ളിയുടെ പ്രശ്നം, വെള്ളത്തിൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ചെറിയ പ്രശ്നങ്ങളിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ വേണമെന്ന് പറഞ്ഞ് ലക്ഷ്മി കൊണ്ടുവന്ന കേസാണിത് എന്ന് അക്ബർ ആക്ച്വലി പുച്ഛിക്കുകയാണ്. ഇത്രയും ചീഞ്ഞ കേസാണിത് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇത് കരുതിക്കൂട്ടി ചെയ്തതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പോലും അക്ബർ അക്യൂസ് ചെയ്യുന്നുണ്ട്. അഭിലാഷ് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അഭിലാഷുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് ഒനീൽ അന്ന് രാത്രി അനുഭവിച്ച മെൻ്റൽ ടോർച്ചർ എന്ന് പറയുന്നത് എത്ര വലുതായിരുന്നു എന്നുള്ളത് അഭിലാഷ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ആക്ച്വലി എന്ത് നമ്മൾ പകരം ചെയ്തു കഴിഞ്ഞാൽ അത് പരിഹാരമാവില്ല. ഒരു മനുഷ്യൻ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള റെപ്യൂട്ടേഷനെ ചോദ്യം ചെയ്യുന്ന പരിപാടിയാണത്. അയാൾ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും അയാളുടെ വീട്ടുകാരെ കുറിച്ച് ആലോചിച്ച്, തൻ്റെ ഇനിയുള്ള കരിയറിനെ കുറിച്ച് ആലോചിച്ച്. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഇതിനിടയ്ക്ക് റെനയാണ് പറയുന്നത് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ മസ്താനി അപ്പം പറയണമായിരുന്നു എന്നുള്ളത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോടുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത്, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോകുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവർ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് പ്രോസസ്സ് ചെയ്ത് വരാനുള്ള സമയം അവർക്ക് കിട്ടണം. ചിലപ്പോൾ അത് കുറച്ച് സമയം എടുത്തുനിന്ന് വരും, ചിലപ്പോൾ 1-2 ദിവസം എടുത്തുനിന്ന് വരും. പലപ്പോഴും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും എടുത്ത് മുന്നോട്ട് വെക്കുന്ന ചോദ്യമാണ് ഇത് നിങ്ങൾ അപ്പം പറയണമായിരുന്നു എന്നുള്ളത്. ഇതൊരു വളരെയധികം മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് പ്രോസസ്സ് ചെയ്ത് ഇത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് എങ്ങനെ പ്രതികരിക്കണമെന്നൊക്കെ തീരുമാനിച്ച് വരാൻ ഒരാൾക്ക് ആലോചിക്കാൻ സമയം വേണം. അപ്പം പറയണമായിരുന്നു എന്ന് പറയുന്ന ആ ഒരു ഡയലോഗിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അപ്പോൾ പോലും ഈ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് മസ്താനിയുടെ കേസ് ഇങ്ങനെ ഡീൽ ചെയ്തതിന് കുറച്ച് കാരണങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് മസ്താനിയുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. ആദ്യം മുതലേ തന്നെ ആളുകളെ പേഴ്സണലി ആക്രമിക്കുക, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിടുക, പുറത്തുള്ള കാര്യങ്ങൾ എടുത്തിടുക, അതിൻ്റെ പേരിൽ ആക്രമിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. അങ്ങനെ ഒരു സ്ട്രാറ്റജിയിൽ പോയിട്ടുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും റിയാക്ട് ചെയ്യും. മറ്റൊന്ന്, ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ, ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ തീർച്ചയായും മസ്താനി ബിഗ് ബോസിനോടത് സംസാരിക്കണമായിരുന്നു. പ്രത്യേകിച്ച് മസ്താനി ആവർത്തിച്ച് പറയുന്നുണ്ട് എനിക്കിത് പബ്ലിക്കിലേക്ക് എത്തിക്കണ്ടായിരുന്നു. ലാലേട്ടൻ പറയുന്നത് ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന പരിപാടി ഇല്ല. നിങ്ങളിവിടെ എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും ഒരാളോട് പറഞ്ഞാൽ മറ്റൊരാൾ അറിയും, അതുപോലെ ഇത് പ്രേക്ഷകരും അറിയും, ഇവിടെ ഇത്രയും ക്യാമറയൊക്കെ ഇരിപ്പുണ്ട് എന്ന് ലാലേട്ടൻ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും മസ്താനിക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, ഒരു പേഴ്സണൽ ഡൗട്ട് ഉണ്ടാകുന്ന സമയത്ത് ഇത് സംസാരിച്ച് തീർക്കണമായിരുന്നെങ്കിൽ ബിഗ് ബോസിനോട് സംസാരിക്കാമായിരുന്നു. ബിഗ് ബോസ് മസ്താനിയെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കും. ഇനി ഒനീലുമായി ഇരുന്ന് സംസാരിക്കണം എന്നാണെങ്കിൽ ഒനീലിനെയും മസ്താനിയും കൂടി കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് അവർക്ക് അവിടെ വെച്ചൊരു കോൺവെർസേഷൻ ആവാമായിരുന്നു. അവിടെ വെച്ച് അതിനൊരു ക്ലാരിഫിക്കേഷൻ നേടാമായിരുന്നു. പക്ഷേ നേരെ ചെന്ന് പറഞ്ഞത് ലക്ഷ്മിയുടെ അടുത്താണ്. അതാണ് മസ്താനിയുടെ ഭാഗത്തു നിന്നുണ്ടായ അടുത്ത വീഴ്ച. മസ്താനി ആരെയാണ് ഈ വിഷയം സംസാരിക്കാൻ ചൂസ് ചെയ്തത് എന്നുള്ളതാണ്. അതൊരു വലിയ വീഴ്ച തന്നെയായിരുന്നു. ജിഷിൻ ഇതിനെ തുടർന്നൊരു കൺസേൺ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഇനി കളിക്കുന്ന സമയത്തും ഇതിനെക്കുറിച്ചൊക്കെ ഒരു പേടി കുടുങ്ങുകയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ലേ വരുള്ളൂ. ഒരു പെൺകുട്ടിയെ തൊട്ട് കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ ഒരു ആരോപണം പറയാം എന്ന് പറയുന്നൊരു ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫിസിക്കലി എൻഗേജ്ഡ് ആവുന്ന ടാസ്കുകളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ കുറച്ച് ആളുകൾ ഒരുമിച്ച് അടുത്ത് ഇടപഴകുന്ന സ്ഥലമാണ്. അപ്പോൾ തൊട്ടോ നിന്നോ അല്ലെങ്കിൽ ഒന്ന് വീഴാൻ പോകുന്ന സമയത്ത് പിടിച്ചു കഴിഞ്ഞാലൊക്കെ ഇതൊരു വലിയ പ്രശ്നമാവും, വലിയ ആരോപണം വരുന്നു എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെയും പുറത്ത് കുടുംബങ്ങളുള്ളതാണ്, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കരിയർ ഉള്ളതാണ്, ഒരു പബ്ലിക് ഫേസ് ആയിട്ട് നിൽക്കേണ്ട ആളുകളാണ്. അപ്പോൾ അവരുടെ ആ ഇമേജിന് കോട്ടം തട്ടുന്ന രീതിയിൽ ഒരു പരാതി വന്നാലോ എന്ന് പറയുന്ന പേടി ആർക്കും ഉണ്ടാവും. ലാലേട്ടൻ മസ്താനിയോട് ചോദിക്കുന്നത്, മസ്താനി ഇതൊരു കണ്ടന്റ് ആണോ, പ്രേക്ഷകർ ഇതിനെ എങ്ങനെ സ്വീകരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ മസ്താനി വീണ്ടും പറയുന്നത് എനിക്ക് ചെറിയൊരു ഡൗട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ലാലേട്ടൻ ലക്ഷ്മിയെ എണീപ്പിച്ചിട്ട് ചോദിക്കുന്നത് മസ്താനിക്ക് പോലും ഒരു സംശയം മാത്രമുള്ള കാര്യത്തിന് നിങ്ങൾ എന്തിനാണ് ട്രിഗറായെന്നാണ്. ലക്ഷ്മിയുടെ മറുപടി ഇതുവരെ ആരും പ്രതികരിച്ചില്ല. അതായത് മസ്താനി ലക്ഷ്മിയോട് പറയുന്ന അത്രയും സമയം വരെയും പ്രതികരിച്ചില്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നതെന്നാണ്. അപ്പോൾ ലാലേട്ടൻ റിയൽ പോയിന്റിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഭാഷ, ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഏറ്റവും മോശം ഭാഷ ഉപയോഗിക്കുന്നത് നിങ്ങളാണ് എന്ന് ലക്ഷ്മിയോട് പറയാണ്. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത, അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽ പിറക്കാത്ത എന്നൊക്കെയുള്ള രീതിയിൽ നേരെ കുടുംബത്തിലേക്കാണ് ചെന്ന് കയറുന്നത്. അത് ലാലേട്ടൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ കുറച്ച് സ്ട്രോങ് ആയിട്ട് അത് തുറന്നു പറയുന്ന സമയത്ത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. അതിനുശേഷമാണ് ഒനീലിൻ്റെ അമ്മ ഓൺ കോൾ അവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ലാലേട്ടൻ ഒനീലിൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒനീലിനെ പറ്റി ഞങ്ങൾക്കാർക്കും വീട്ടുകാർക്കും യാതൊരു തെറ്റിദ്ധാരണയും ഇല്ല എന്നുള്ളതാണ്. അത് ഒനീലിന് കൊടുക്കുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. മാത്രമല്ല ഒനീൽ അത് അർഹിക്കുന്നുണ്ട്.
അങ്ങനെ ഒരു സപ്പോർട്ട് ഫാമിലിയിൽ ആർക്കും കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പിയാണ് എന്നുള്ളത് മാത്രമല്ല ലക്ഷ്മി അത് അർഹിക്കുന്നുണ്ട്. നല്ലൊരു കുടുംബത്തിൽ നിന്നല്ല നീ വരുന്നത് എന്ന് പറയുമ്പോൾ എനിക്കൊരു കുടുംബം ഉണ്ടെന്നും ഏത് കൊടുങ്കാറ്റ് വന്നാലും ആ കുടുംബം മുഴുവൻ എൻ്റെ കൂടെ നിൽക്കുന്നവരാണെന്നും ഒനീലിന് ലക്ഷ്മിയെ പ്രൂവ് ചെയ്ത് കൊടുക്കണം. അത് പ്രൂവ് ചെയ്ത് കൊടുക്കലല്ല, പ്രൂവ് ചെയ്യേണ്ട കാര്യവുമില്ല, പക്ഷേ അത് മനസ്സിലാക്കണം. ഒരാളെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ആൾ അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽ ജനിക്കാത്ത ആളെന്നൊക്കെ അവഹേളിക്കുന്ന ഏതൊരാൾ മനസ്സിലാക്കണം. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കുടുംബങ്ങളുള്ള ആളുകളും ഉണ്ടോ. നിങ്ങളുടെ കുടുംബം മാത്രമല്ല വലിയ കുടുംബം. ഒനീലിൻ്റെ അമ്മ വിളിച്ചിട്ട് പറയുന്നത്, മോൻ വിഷമിക്കണ്ട, നീ ഞങ്ങളെ പ്രൗഡാക്കിയിട്ടേ ഉള്ളൂ, നീ എന്ത് മെച്ചുവേർഡാണ്, നീ പെർഫെക്റ്റ് ആണ്, നീ നിൻ്റെ സ്റ്റാൻഡിൽ നിന്നാൽ മതി എന്നൊക്കെ അമ്മ ഒനീലിനോട് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു കോൺഫിഡൻസ് ആണ്. അങ്ങനെ പറയാൻ ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മുടെ കൂടെ നിൽക്കാൻ ഒരു ഫാമിലി ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു വലിയ അനുഗ്രഹമാണ്. നീ എൻ്റെ മോനാണ്, നീ സന്തോഷമായിട്ടിരിക്കുക. 24 hours നീ ഉണരുന്ന സമയം മുതൽ ഉറങ്ങുന്ന സമയം വരെ ഞങ്ങൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഓൾ പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞ് ലാലേട്ടനോട് നന്ദി പറഞ്ഞ് അമ്മ ഫോൺ വെക്കുന്ന സമയത്ത് അവരവരുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ സുഖമില്ലാതിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ അവരോട് പറയുന്നത്, നിങ്ങൾ ഒരു പ്രശ്നമില്ല, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ കോൾ അവസാനിപ്പിക്കുകയാണ്. ഇത് അതിനകത്തുള്ളൊരു പ്ലെയറിനെ അയാളെ അനാവശ്യമായി ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇട്ടുകൊടുക്കാൻ ഉള്ള ഒരു ശ്രമത്തിനെ ശരിക്കും പ്രതിരോധിക്കുകയാണ് ലാലേട്ടൻ മുന്നിൽ നിന്നിട്ട്. ഒനീൽ ഏറ്റവും അധികം ഡിസേർവ് ചെയ്തിരുന്ന ആ ഫോൺ കോൾ അവസാനിക്കുമ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കേ, ഒനീലിൻ്റെ അമ്മ ഒനീലിനോട് മാത്രമാണോ സംസാരിച്ചത്? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒനീലിൻ്റെ അമ്മ ലക്ഷ്മിയോട് കൂടിയാണ് സംസാരിച്ചത്. നല്ല കുടുംബത്തിൽ പിറക്കാത്തവൻ എന്ന് പറയുന്ന പ്രയോഗമൊക്കെ കേൾക്കുമ്പോൾ അത്രയും സ്ട്രഗിൾ എടുത്ത് ഒരാളെ വളർത്തിക്കൊണ്ട് വന്നതാണ്. അവരുടെ മകനെ ഒറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ അവർ ആക്ച്വലി ലക്ഷ്മിയോട് സംസാരിക്കുകയായിരുന്നു, എൻ്റെ മകനാണ് അവൻ, എൻ്റെ മകനാണ്, ഞാൻ അവനെക്കുറിച്ച് ഓർത്ത് എപ്പോഴും അഭിമാനത്തോടെ നിന്നിട്ടേ ഉള്ളൂ. അവൻ വളരെ മെച്യൂർഡായിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. നിങ്ങളൊരു പ്രശ്നം അവൻ്റെ നേർക്ക് കൊണ്ടുവന്നപ്പോഴും അവൻ അതിനെ ഏറ്റവും മെച്യൂരിറ്റിയോടുകൂടി ഡീൽ ചെയ്തിട്ടുണ്ട്. അവനെക്കുറിച്ച് ആലോചിച്ച് എനിക്കും എൻ്റെ ഭർത്താവിനും അഭിമാനം മാത്രമേ ഉള്ളൂ, ഞങ്ങളെല്ലാവരും അവനെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയാണ് ചെയ്യുന്നതെന്ന് ലക്ഷ്മിയോട് പറയാണ്. അല്ലെങ്കിൽ നീ എൻ്റെ മോനാണ് എന്നുള്ളത് അത് ഒനീലിനും അറിയാവുന്ന കാര്യമല്ലേ. അതിനകത്തുള്ളൊരു ഇമോഷണൽ സാധനമുണ്ട്. അതിനകത്ത് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രൊട്ടക്ഷനുണ്ട്. ശരിക്കും ഒനീലിൻ്റെയും ലക്ഷ്മിയുടെയും നടുക്ക് കയറി നിന്ന് ആ അമ്മ സംസാരിക്കുകയാണ് ലക്ഷ്മിയോട്, അവൻ എൻ്റെ മോനാണ്. അത് ലക്ഷ്മി കേൾക്കണം. അങ്ങനൊരു പ്രൊട്ടക്ഷൻ തനിക്ക് ഉണ്ട് എന്നുള്ളത് അത് ഒനീലും തിരിച്ചറിയണം. ഒനീൽ ആക്ച്വലി ഒരുപാട് ഭാഗ്യമുള്ള മനുഷ്യനാണ്. അത് ഭാഗ്യമെന്ന് മാത്രമല്ല, അയാൾ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ 42 വയസ്സ് വരെ ഈ 42 കൊല്ലത്തിനിടയ്ക്ക് അയാളുടെ ജീവിതം ജീവിച്ചു തീർത്തൊരു രീതിയുണ്ട്, ആളുകളോട് പെരുമാറിയിരുന്നൊരു രീതിയുണ്ട്. ഇവരൊക്കെ പറയുന്ന പോലെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അയാളുടെ ജീവിതം കൊണ്ട് അയാൾ സ്വായത്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അയാൾ പുലർത്തിയിട്ടുള്ള മര്യാദകൾ, ഇതൊക്കെയും കൊണ്ടാണ് അയാൾക്ക് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും ഇങ്ങനെ പ്രതിരോധം തീർക്കാൻ വേണ്ടി അയാളുടെ കുടുംബം അവിടെ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അവരെന്തൊക്കെ ആരോപണങ്ങളാണ് പുറത്തുനിന്ന് കേട്ടത്. ഈ പറയുന്ന വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും കാണുന്നത് വരെ അവർക്ക് എന്തൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കാമായിരുന്നു. കാരണം ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്നത് 2 സ്ത്രീകളാണ്. ഒരാൾ പറയുന്നു എന്നെ പിടിച്ചത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, മറ്റൊരാൾ പറയുന്നു നിങ്ങൾ പ്രതിയാണ് ഇവിടെ. അത്രയും ശക്തമായ ആരോപണങ്ങളും ആക്രമണങ്ങളും നേരിടുമ്പോഴും എനിക്ക് തോന്നുന്നു ആ അമ്മ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒനീലിനെ കെട്ടിപ്പിടിച്ച് നിന്നേനെ. ഒനീലിനെ എന്താ പറയുക, ഈ കുഞ്ഞുങ്ങളെയൊക്കെ പൊത്തിപ്പിടിക്കുന്ന പോലെ അങ്ങനെ പൊത്തിപ്പിടിച്ച് അവർ കൂടെ നിന്നേനെ. ആൻഡ് ഹീ ടോട്ടലി ഡിസേർവ്സ് ഇറ്റ്. അതിനുശേഷം ലാലേട്ടൻ അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് ഈ കാര്യമൊക്കെ ഇരിക്കുന്നത്. മാത്രമല്ല ലക്ഷ്മി എന്ന് പ്രത്യേകം വിളിച്ചിട്ട് എല്ലാവരോടും കൂടി എന്ന രീതിയിൽ ലാലേട്ടൻ പറയുന്നത് ഇതൊരു സൊസൈറ്റിയുടെ ഭാഗമാണ്. ഇവിടെ വന്നിട്ട് വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് അങ്ങനെ മോശമാക്കരുത് എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല പറയുന്ന കാര്യങ്ങൾ, ഇടപെടുന്ന കാര്യങ്ങൾ അവിടെയൊക്കെ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞിട്ട് തലേ ദിവസം അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ഒരു കഥ പറയുന്ന ടാസ്ക്. ഒരാളിൽ നിന്ന് തുടങ്ങി ഏറ്റവും അവസാനത്തെ ആളിലേക്ക് ആ കഥ എത്തുമ്പോൾ കഥ എത്രത്തോളം മാറിപ്പോകുന്നു എന്നുള്ളത് സൂക്ഷിച്ച് സംസാരിക്കുക, ആളുകളോട് നന്നായി പെരുമാറുക, നല്ല ഭാഷ ഉപയോഗിക്കുക. ഒരുപക്ഷെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത് വളരെ 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 സെൻസിറ്റീവായിട്ടുള്ള രീതിയിൽ വളരെ മോശമായി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തി എന്നാണ് മനസ്സിലാവുന്നത്. മാത്രമല്ല ഈ പറയുന്ന വൈൽഡ് കാർഡ് എൻട്രീസ് വന്ന സമയത്ത് സാധാരണഗതിയിൽ വൈൽഡ് കാർഡ് എൻട്രീസ് വരുന്നത് ബിഗ് ബോസ് ഹൗസിലുള്ള ആളുകളെ ഒന്ന് വിറപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഗ്രൂപ്പുകളൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട്, ചില ആളുകളൊക്കെ അതിൽ നിന്ന് പുറത്താവാൻ വേണ്ടിയിട്ടെന്നാണ്. പക്ഷേ ഇത്തവണ വന്നിട്ടുള്ള വൈൽഡ് കാർഡ് എൻട്രീസിനെ ഓരോരുത്തരെയും എണ്ണിപ്പെറുക്കി നോക്കുമ്പോൾ ജിഷിനൊരു ചെറിയ എക്സെപ്ഷൻ കൊടുക്കാൻ തോന്നുന്നു. സാബുമാൻ
അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് അയാൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് ലാലേട്ടൻ അടക്കമുള്ള ആളുകൾ പറയുന്നത്. സമയമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് ആളുകളെ മാറ്റി നിർത്തുമ്പോൾ ഇത്തവണ ആക്ച്വലി വൈൽഡ് കാർഡ് എൻട്രീസിനെ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെയുള്ള ആൾക്കാരൊക്കെ ഇനിയും കുറച്ച് നാൾ നിൽക്കണം, അവരൊക്കെ ആളുകൾക്ക് പ്രിയപ്പെട്ടവരായി മാറണം എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് തോന്നിപ്പോകും. കാര്യം അത്രയധികം മോശമായ ആളുകളോട് ഇടപെടുന്ന രീതിയിലുള്ള ആളുകളെയാണ് ഈ വൈൽഡ് കാർഡ് എൻട്രീസ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ സ്ട്രാറ്റജീസും വളരെ മോശമാണ്. എന്തായാലും അഭിലാഷിൻ്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ അനീഷ് പറയുന്നുണ്ട് നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു എന്ന്. അപ്പോൾ ലാലേട്ടൻ തന്നെ ഞെട്ടി. ലാലേട്ടൻ പറയുന്നുണ്ട് അനീഷ് ഒരാളെ കുറിച്ച് നല്ലത് പറയുമെന്ന് ഇവിടെ ആരോ പറയുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് അവതരിപ്പിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് അനുമോൾ അടക്കം എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ക്യാപ്റ്റൻ ടോയ്ലറ്റ് നോക്കിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ടോയ്ലറ്റ് ടീമിലുണ്ടായിരുന്നത് ജിസൈലായിരുന്നു. ആ വിഷയത്തിൽ ഒരു തർക്കം ഓൾറെഡി നടന്നിട്ടുള്ളതാണ്. ജിസൈലിന് കയ്യിലൊരു സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ആ സ്റ്റിച്ച് വെച്ചിട്ട് അവർക്ക് ടോയ്ലറ്റ് ക്ലീനിങ് പരിപാടിയിൽ ഏർപ്പെടാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അവർ നെവിൻ്റെ പ്ലേറ്റ് കഴുകിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അത് ജിസൈൽ ഒരു പ്ലേറ്റ് കഴുകിയുള്ളൂ, അതിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, എൻ്റെ കയ്യിൽ സ്റ്റിച്ച് ആയിരുന്നു എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടീംമേറ്റ്സിനോട് പറഞ്ഞുകൂടായിരുന്നു എന്ന്. അവരുടെ ടീം മെമ്പർ ആയിട്ടുണ്ടായിരുന്നത് നെവിനായിരുന്നു. നെവിൻ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയുന്ന കാര്യമാണ് ജിസൈൽ പറയുന്നത്. ഈ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് ആക്ച്വലി ജിസൈലിനൊരു ഹിൻഡ് കൊടുക്കലാണ്. ഈ എപ്പിസോഡ് ത്രൂ ഔട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്നൊരു ഫേവറിസത്തിൻ്റെ കാര്യം അത് ജിസൈലിനോട് 1-2 തവണ പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ജിസൈൽ അത് മനസ്സിലാക്കണം. ആ ഒരു ഫേവറിസം എന്ന് പറയുന്നത് അത് ജിസൈലിൻ്റെ ഗെയിമിനെ ബാധിക്കുന്നുണ്ട്. ജിസൈൽ എല്ലാവരിൽ നിന്നും കുറച്ചൊന്ന് ഡൗണായി നിന്ന് കളിക്കുന്നത് പോലെ ആ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. ജിസൈൽ വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ആ സ്ട്രെങ്ത് അവർ ഗെയിമിൽ കാണിക്കണം, അല്ലാതെ സ്നേഹിക്കാൻ കാണിക്കരുത് എന്നുള്ളതാണ്. ലാലേട്ടൻ നെവിനോട് എന്താ നെവിൻ പറഞ്ഞിട്ട് കേൾക്കാത്തതെന്ന് ചോദിക്കാൻ വേണ്ടി നെവിൻ്റെ അടുത്തേക്ക് തിരിയുമ്പോഴും നെവിൻ ആക്ച്വലി ഇത് ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടിരിക്കുകയാണോ അതോ എന്നെ പറയുന്നതൊന്നും ഞാൻ ശ്രദ്ധിക്കില്ല എന്ന ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുകയാണോ എന്നറിയില്ല. എന്തായാലും ലാലേട്ടൻ പറയുന്നത് ബിഗ് ബോസ് പോലും അടുത്തു എന്ന് പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. നെവിൻ്റെ ഈ അടുത്ത കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുറച്ച് ക്യൂട്ട്നെസ് പരിപാടികളുണ്ട്, പിന്നെ കുറച്ച് കള്ളത്തരങ്ങൾ പരിപാടികളുണ്ട്. ഇതിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എലമെൻറ്റ്സ് ഉണ്ടാകുമ്പോഴും ആസ് എ ടീം മെമ്പർ അയാൾ പല കാര്യങ്ങളിലും വളരെ മോശമായിട്ട് ഇടപഴകുന്നത് പോലെ തോന്നി. പ്രത്യേകിച്ച് ജിസൈലിൻ്റെ അടുത്ത് ഇങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ രണ്ടുപേരൊരു ടീമിലായിട്ടിരിക്കുമ്പോൾ ജോലി ചെയ്യുക എന്നുള്ളത് അയാളുടെയും കൂടി ഉത്തരവാദിത്തമാണ്. എല്ലാവരും ജിസൈലിനെ പറയുന്നത് ജിസൈലിൻ്റെ ഈ പറയുന്ന ഫേവറിസം എലമെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ആ വിമർശനം അവർ ഏറ്റുവാങ്ങേണ്ടതുമാണ്. അപ്പോൾ പോലും അവരൊരു ടോയ്ലറ്റ് ടീമിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ നെവിൻ അവിടെ കാണിക്കുന്ന ഒരു ഉദാസീനമായ നിലപാടുണ്ട്. അത് വളരെ മോശമാണ്. പിന്നീടും ഈ എപ്പിസോഡിൽ നെവിൻ ശ്രദ്ധിക്കാതിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നെവിൻ്റെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ ആറ്റിറ്റ്യൂഡ് ദാറ്റ്സ് നോട്ട് ഗുഡ് എന്ന് ഫീൽ ചെയ്തു. നെവിൻ്റെ ഒരു തരത്തിലും അനുസരിക്കില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് ആക്ച്വലി പുള്ളി ക്യൂട്ട്നെസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്യൂട്ട്നെസ് ആയിട്ടല്ല പുറത്തേക്ക് വരുന്നത്. ലാലേട്ടൻ പറയുന്നത് നെവിൻ കേൾക്കുന്നില്ല എന്ന് പറയിപ്പിക്കരുത് എന്നാണ്. അത് ഒരു ലൈറ്റായിട്ടുള്ള വാണിംഗ് ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ആര്യൻ പാത്രം കഴുകാനുള്ള ആര്യൻ്റെ മടിയെക്കുറിച്ച് അനീഷ് സൂചിപ്പിക്കുന്നു. ആ സമയത്ത് ആര്യൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ ലാലേട്ടൻ ആര്യനെ സൈലൻ്റ് ആക്കുന്നുണ്ട്. അതിലൊരു ചെറിയ ദേഷ്യം, അവർ പറയട്ടെ അത് കഴിഞ്ഞ് നിനക്ക് സമയം തരാം എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആര്യൻ പാത്രം കഴുകാത്തതിനെ കുറിച്ച് ആര്യൻ ന്യായീകരിക്കുന്ന സമയത്ത് അനുമോളോട് ചോദിക്കുന്നുണ്ട്. അനുമോൾ പറയുന്നത് പുള്ളിക്കാരന് പാത്രം കഴുകാൻ മടിയാണെന്നാണ്. ലാലേട്ടൻ തിരുത്തുന്നുണ്ട്, പുള്ളിക്കാരനല്ല ആര്യൻ എന്ന്. അതിനിടയിൽ ആര്യൻ സംസാരിക്കുമ്പോൾ അനീഷും ഇൻ്റർഫിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയും ലാലേട്ടൻ ഒരു അമർഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അയാൾ പറയട്ടെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ കൈപൊക്കൂ, സമയം തരാം എന്നുള്ളതാണ്. കുറച്ച് ആളുകൾ ചില സമയങ്ങളിലൊക്കെ ഇത് അനുസരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും ഒരാൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി പറയുക, ശബ്ദം താഴ്ത്തി പറയുക, അതൊരു ഡിസ്റ്റർബിങ് മാനറാണ്. അത് പലർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇൻ്റർഫെയർ ചെയ്ത് കയറുന്ന ആളുകളെ ലാലേട്ടൻ സാരമില്ല മക്കളെ, നിങ്ങൾ എന്താച്ചാൽ പറഞ്ഞോന്ന് പറഞ്ഞ് വിട്ടത് നമ്മൾ ഇന്നലത്തെ ദിവസമാണ് കണ്ടത്. അക്ബർ ലക്ഷ്മിയെക്കുറിച്ചും ആ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അക്ബർ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് തന്നെയാണ് ലാലേട്ടൻ അവിടെ നിന്നത്. കാരണം ഇത് ടീംമേറ്റ്സ് എല്ലാവരും ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്നൊരു കാര്യമായിരുന്നു, എല്ലാവരും എതിർക്കേണ്ട കാര്യമായിരുന്നു. അന്നത് സംഭവിച്ചിട്ടില്ല. ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ച് അവരൊക്കെ അവരുടെ നിലപാടുകൾ തുറന്നു പറയേണ്ട സമയമാണ് എന്നുള്ളതുകൊണ്ടാണ് തലേ ദിവസം ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ടോക്ക് ചെയ്തിട്ടും ലാലേട്ടൻ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അത് കേട്ടിരുന്നത്. എന്നാൽ അതേസമയം അനാവശ്യ ന്യായീകരണങ്ങൾ എന്ന് വെച്ചാൽ ഒരു അർത്ഥവുമില്ലാത്ത ന്യായീകരണങ്ങൾ പറയാൻ വന്ന ആളുകളെ അദ്ദേഹം സൈലൻ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അവരുടെ ചായ പ്രശ്നം, ചെറിയ പാത്രം വലിയ പാത്രം, അത് സംഭവിച്ച സമയത്ത് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. ബിന്നി ഒരു ആവശ്യമില്ലാത്ത ബഹളം ഉണ്ടാക്കുന്നത് പോലെയായിരുന്നു. കാരണം ഒരുപാട് പേർക്ക് ചായ വെക്കാനുള്ള പാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയ പാത്രം കൊടുത്തു, അവർ ചെറിയ പാത്രത്തിൽ ചായ വെച്ചു. അപ്പോൾ അത് ഫേവറിസം ആണെന്ന് പറഞ്ഞിട്ടാണ് ബിന്നി ന്യായീകരിക്കുന്നത്. എന്തായാലും ബിന്നി എതിർത്തുകൊണ്ട് ആര്യനും അക്ബറും അടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജിസയിൽ ഒളിപ്പിച്ച് വെച്ച സാധനങ്ങളെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എവിടെ ഒളിപ്പിച്ച് വെച്ചതെന്ന് എനിക്കറിയാം, ഞാനത് എടുപ്പിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് ലാലേട്ടൻ കൃത്യമായിട്ട് ആ ഫേവറിസം എന്ന് പറയുന്ന ഒരു പേപ്പർ കട്ടിങ് അവർ ചുരുളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തുറന്ന് കാണിച്ചിട്ട് തന്നെ പറയുന്നുണ്ട്, ഫേവറിസം ഇത് നിങ്ങളുടെ ഗെയിമിനെ ബാധിക്കുന്ന
കഴിക്കുന്നുണ്ട് എന്ന് ജിസേലിൻ്റെ മുഖത്ത് നോക്കി പറയാണ്. മനസ്സിലായാലൊരു നല്ല കാര്യമായിരുന്നു. കാരണം പിന്നീട് എണീറ്റ് നിൽക്കുന്ന റെന പറയുന്നുണ്ട്, ജിസേൽ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ, ആലു പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആര്യനും അക്ബറിനും ഷാനവാസിനുമാണ് കൊടുക്കുക. ഞാൻ അതിലേ പോകുമ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞാൽ എനിക്കും തരും, അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കുകയൊന്നുമില്ല. അപ്പോൾ അവർ ഫുഡ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രമാണ്, അതൊരു ഫേവറിസം ആണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. മാത്രമല്ല ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അക്ബർ ജിസേലിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ ജിസേൽ കരഞ്ഞുകൊണ്ട് പറയുന്നത് നിനക്കും ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലേ എന്നൊക്കെയാണ്. അതൊരു നല്ല കാര്യമല്ല. നിങ്ങളുടെ ഗെയിം അങ്ങനെ ഒതുങ്ങിപ്പോകുന്നു എന്ന് ലാലേട്ടൻ സൂചന കൊടുക്കുകയാണ്. ജിസേൽ സീരിയസ് ആകണം. ആലു പൊറോട്ടയാണോ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഒരു കാരണമാവേണ്ടത് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നത് മനസ്സിലാക്കിയാൽ ജിസേലിന് വളരെ നല്ലതായിരുന്നു. അവർക്കത് മനസ്സിലാക്കാനുള്ള വിവരം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനുശേഷം അനുമോളും ആര്യനും മസ്താനിയുള്ള ഒരു ആക്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആര്യൻ അനുമോളുമായിട്ട് എന്തോ പ്രശ്നം എന്തായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ മസ്താനി ഇരിപ്പുണ്ട്. മസ്താനിയോട് എന്നെ ഒന്ന് പുഷ് ചെയ്യൂ എന്ന് പറയുകയും മസ്താനി ആര്യനെ പുഷ് ചെയ്യുന്നു. ആര്യൻ നേരെ പോയി അനുമോളുടെ ദേഹത്തേക്ക് വീഴുന്നു. അവിടെ വെള്ളമൊക്കെ മറിയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത്, ആര്യൻ പറഞ്ഞാൽ നിങ്ങൾ പോയി പുഷ് ചെയ്യുമോ? മസ്താനി ആരെങ്കിലും തൊട്ടാ പ്രശ്നം, മസ്താനി ആരെങ്കിലും തള്ളിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, എന്ത് തള്ളാണ് മസ്താനി എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഒരുപാട് പേര് ചിരിക്കുന്നുണ്ട്, മസ്താനി ഒഴിച്ചു. അതിനിടയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സാബുമാൻ അദ്ദേഹത്തെ എണീപ്പിച്ച് നിർത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങൾ, വല്ല മാറ്റമുണ്ടോ കാര്യങ്ങൾ, നിങ്ങൾ 2 ആഴ്ച എന്നൊക്കെ പറഞ്ഞല്ലേ എന്തായെന്ന് ചോദിക്കുമ്പോൾ, ലാലേട്ടാ ഞാൻ ഫ്ലോർ ടീം ക്യാപ്റ്റനായി ഇവിടെയൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനും ഇങ്ങോട്ട് വന്നത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞല്ലോ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മാത്രമല്ല നിങ്ങൾ ഹിപ്പോക്രേറ്റ് എന്ന് വിളിച്ചോ, അനുമോളെ ഹിപ്പോക്രേറ്റ് എന്ന് വിളിച്ചോ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അനുമോള് ബാക്കിയുള്ളവർ കക്കുമ്പോൾ അതിനെക്കുറിച്ച് സാബുമാനോട് വന്ന് പരാതി പറയും. പക്ഷേ അനുമോള് കക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അനുമോൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അനുമോൾ ഒരു ചെറിയ ഹിപ്പോക്രേറ്റ് ആണ് എന്നുള്ള ഒരു ഡയലോഗാണ് സാബുമാൻ പറയുന്നത്. സാബുമാൻ ആക്ച്വലി കൊടുക്കേണ്ട ഒരു മറുപടി കുറച്ച് സമയത്തിന് ശേഷം ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. അത് പ്രവീൺ ഔട്ടായി പോയതിന് ശേഷമാണ്. ഇവിടെ സമയമില്ല, വളരെ കുറച്ച് സമയമേ നിങ്ങൾക്കുള്ളൂ, അതുകൊണ്ട് നന്നായി ഗെയിം കളിക്കൂ എന്നുള്ളതാണ്. അത് ഇപ്പോൾ ചോദ്യം ചെയ്യുമ്പോഴും ലാലേട്ടൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, പിന്നീട് പറയുമ്പോഴും സാബുമാൻ അടക്കം പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. സാബുമാനും ഇതൊക്കെ മനസ്സിലാക്കി ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെയാണ് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പാർഷ്യാലിറ്റി അല്ലെങ്കിൽ ഫേവറിസം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു കാര്യത്തെ ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കുന്നത്. നെവിൻ അടുക്കളയിൽ നിന്ന് ബാക്കി വന്ന ചോറും പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി വാരിയിട്ടിട്ട് ഒരു കുക്കി ഉണ്ടാക്കിയതാണ് വിഷയം. അതിന് ക്യാപ്റ്റനും കിച്ചൺ ക്യാപ്റ്റനും കൂടെ നിന്നിരുന്നു. അതിനെക്കുറിച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പ്രവീണിലേക്ക് സംസാരം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ആഴ്ച ഞാനിതെല്ലാം കയറി കട്ട് തിന്നും എന്ന് പറയുന്ന ആ ഒരു കാര്യം, എല്ലാവർക്കും ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലെങ്കിൽ കിച്ചൺ ടീമിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നത് അതിന് നിങ്ങളെ പ്രേക്ഷകർ അനുവദിക്കില്ല, യു ആർ എവിക്റ്റഡ് എന്നുള്ളതാണ്. പുള്ളി പുറത്തേക്ക് വന്നു കഴിയുമ്പോഴും ആക്ച്വലി ഇത് പറഞ്ഞു കേൾക്കുന്ന എവിക്റ്റായി എന്ന് പറഞ്ഞു കേൾക്കുമ്പോഴൊക്കെ പ്രവീണിൻ്റെ മുഖം മാറുന്നുണ്ട്. അയാളത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് മസ്താനിയും ലക്ഷ്മിയും അത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അവർ പിന്നീടും പറയുന്നുണ്ട്. കാരണം പ്രവീൺ വളരെ പ്ലാൻഡ് ആയിട്ട് ഗെയിം സ്ട്രാറ്റജിയൊക്കെ ആയിട്ട് വന്നിരുന്ന ആളാണത്രേ. പുള്ളി ഔട്ടായതിനു ശേഷം ലാലേട്ടൻ ഇനി എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോഴും പറയുന്നത് നിങ്ങളവിടെ വെറുതെ ഇരിക്കുന്ന, പ്രത്യേകിച്ച് ബീൻ ബാഗിലിരിക്കുന്ന ആളുകൾ എന്നാണ് പറയുന്നത്. അത് ബിന്നിയെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്നാണ് മനസ്സിലാവുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഷോർട്ട് വീഡിയോ ക്ലിപ്പ് കാണിക്കുമല്ലോ, അതിലും ബിന്നിയെ കാണിക്കുന്ന സമയത്തൊക്കെ ഈ പ്രവീണിൻ്റെ മുഖം ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. കുറച്ച് പേഴ്സണലായി എടുത്തിട്ടുണ്ടാവാം ഇതിനകത്തുള്ള വഴക്കുകളും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ, അല്ലെങ്കിൽ പുള്ളിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഞാനിവിടെ ആക്റ്റീവ് ആവുന്ന അത്രയും പോലും ആക്റ്റീവ് ആകാത്ത ബിന്നി എങ്ങനെ അതിനകത്തിരിക്കും എന്നുള്ളത്. പല കാരണങ്ങളുണ്ടാവാം. എന്തായാലും പ്രേക്ഷകരോട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഗെയിം കളിക്കുന്നവർക്ക് വോട്ട് കൊടുക്കൂ, അല്ലെങ്കിൽ എന്നെപ്പോലെ പ്ലാൻ ചെയ്ത് കളിക്കുന്ന ആളുകൾ പുറത്താവുകയും വെറുതെ ഇരിക്കുന്നവർ അകത്തിരിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന അതൊരു മെസ്സേജ് കൊടുപ്പായിരുന്നു. പക്ഷേ ആ നിരാശയും അമർഷവും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രേക്ഷകർ മനസ്സിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് ഈ എവിക്ഷന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളെ ഒരു സൈഡിലേക്ക് മാറ്റിയിരുത്തിയ ശേഷം കുറച്ച് സ്റ്റിക്കേഴ്സ് കൊണ്ടുവെക്കുകയാണ്. ഒരു സ്റ്റിക്കർ ടിക്കാണ്, മറ്റേ സ്റ്റിക്കർ ഇൻഡു മാർക്കാണ്. അപ്പോൾ ഇവിടെ നിൽക്കണം എന്നുള്ള ആൾക്കാർക്ക് ടിക്ക് കൊടുക്കുക, ഇവിടെ നിൽക്കാൻ അർഹതയില്ല എന്നുള്ള ആളുകൾക്ക് ഇൻഡു മാർക്ക് കൊടുക്കുക. ഇതാണ് പരിപാടി. അപ്പോൾ അതിൽ ഒനിയിലും നൂറയും ഒക്കെ ലക്ഷ്മിയുടെ നെറ്റിയിൽ ഈ പറയുന്ന ഇൻഡു മാർക്ക് ഒട്ടിക്കുന്നതിന് മുമ്പ് അവർ ചോദിക്കുന്നുണ്ട് തൊട്ടോട്ടെ എന്ന് പറയുന്നൊരു പെർമിഷൻ ചോദിക്കലുണ്ട്. അത് അപമാനിക്കലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ പെർമിഷൻ ചോദിച്ചിട്ട് അയാളുടെ ശരീരത്ത് സ്പർശിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടാകും. പക്ഷേ ഇതൊരു ഗെയിമാണ്. ഇതിനകത്ത് ജെൻഡറും കാര്യങ്ങളൊന്നും നോക്കി ഇന്ന് നമ്മളങ്ങനെ മാറി നിൽക്കേണ്ടതൊന്നുമല്ല. പരിഗണന കിട്ടേണ്ടുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് തീരുമാനിക്കും. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കാര്യമൊന്നുമല്ല, നെറ്റിയിലാണ്. പക്ഷേ അപ്പോഴും അത് ചോദിക്കേണ്ടി വരുന്നത് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ടാണ്, അവരുടെ വാദഗതികൾ അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ടാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു വിമർശനത്തോടു കൂടി തന്നെയാണ് ഒനിയിലും നൂറയൊക്കെ സ്വീകരിക്കുന്നത്. തൊട്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒനിയിൽ പറയുന്നത് ലക്ഷ്മി കുറേയും കൂടി റിഫോം ആവാനുണ്ട്, ഇത് ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ അല്ല,
നിങ്ങളുടെ ട്രോമയൊക്കെ കൊണ്ടുവന്നിടാൻ എന്നുള്ള ഒരു കാര്യമാണ് അയാൾ പറയുന്നത്. ഒനിയിൽ അത് പറയുമ്പോൾ നമുക്കതിനെ എതിർക്കാൻ തോന്നാത്തത് അവർ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ, അത് ചെയ്യുന്ന രീതി, ഇവിടെയൊക്കെയും പാസ്റ്റ് ലൈഫിൽ നിന്ന് ഹീലാവാത്ത എന്തൊക്കെയോ അവരുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്കും കൂടി ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ്. എല്ലാ മനുഷ്യരും അവരുടെ പാസ്റ്റ് ട്രോമയിൽ നിന്ന് ഹീലായി വരേണ്ടതാണ്. എസ്പെഷ്യലി ബിഗ് ബോസ് പോലെ ഇത്രയും വലിയൊരു സ്ട്രെസ്സിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ഷോയിലേക്ക് വരുമ്പോൾ മെൻ്റൽ ഹെൽത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒനിയിൽ ഇപ്പോൾ പറയുമ്പോൾ അതിനകത്തൊരു അമർഷമുണ്ട്, ഇതൊരു റീഹാബിലിറ്റേഷൻ സെൻ്റർ ഒന്നുമല്ല നിങ്ങളുടെ ട്രോമ കൊണ്ടുവന്ന് തീർക്കാൻ എന്നുള്ളത്. പക്ഷെ അപ്പോൾ പോലും ആ ട്രോമ ഹീൽ ചെയ്യപ്പെടണം. ഇപ്പം നിങ്ങൾ നാളെ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാനുണ്ടെങ്കിൽ നിങ്ങളുടെ ചിലവിൽ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുകയും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പഴയ വിഷമങ്ങൾ, ചിലപ്പോൾ കുട്ടിക്കാലത്ത് നമ്മളെ അച്ഛനും അമ്മയും ട്രീറ്റ് ചെയ്ത് അന്ന് മുതൽ തുടങ്ങുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഓരോ വിഷയങ്ങളും നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. നമുക്ക് ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് വലിയ അവെയർ അല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ കുറേ കാലം കൊണ്ട് നമ്മുടെ ആഹാര രീതി ഒരു പെർട്ടിക്കുലർ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അതിനനുസരിച്ച് ചിലപ്പോൾ വേഴ്സ് ആവും, ചിലപ്പോൾ ബെറ്റർ ആവും എന്ന് പറയുന്ന പോലെ നമ്മൾ മാനസികമായി ഓരോ അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സ് അതിൽ പലതും സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ അവിടെ ഹീൽ ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ കൃത്യമായി ഹീൽ ചെയ്യപ്പെടണം. അല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ഒരു സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലായേക്കാം, പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലൊരു ഷോയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഒനിയിൽ പറഞ്ഞ ആ ഒരു ദേഷ്യത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. അതിനെ അയാളുടെ ഇമോഷനാണ്, അയാൾ അനുഭവിച്ചതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു അമർഷത്തിൽ പറഞ്ഞതായിരിക്കാം. പക്ഷേ ആ അമർഷത്തിനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മളും ആഗ്രഹിക്കുന്നത് അവർ ഹീലാവട്ടെ എന്നാണ്. ബിഗ് ബോസും കുറച്ചും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ആളുകളെയൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർ ഇത്തരം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ആക്ടിലേക്കാണ് വിടുന്നത്. അപ്പോൾ അവരുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റസ് എന്താണ്, അവരെത്രത്തോളം അവരുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് ഹീലായിട്ടുള്ള ആളാണ് എന്നൊക്കെ ഉള്ളതും കൂടി ഒന്ന് ഉറപ്പാക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ബിഗ് ബോസ് ഷോ നമ്മളും പറഞ്ഞിട്ടുണ്ട്, ഇത് കൊച്ചു കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഷോ അല്ല. വളരെ റോ ആയിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരക്കുന്ന, ഒരുപാട് മാനിപ്പുലേഷൻസ് ഉള്ള, ഒരുപാട് ആങ്കർ ഉള്ള ഒരു ഷോയാണ്. അങ്ങനെ ഒരു പ്രോഗ്രാം കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കൊച്ചു കുട്ടികൾ ഒരു കാരണവശാലും ഇത് കാണാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും പറയുന്നത്. പക്ഷേ ലക്ഷ്മി ഓരോ തവണയും അവരുടെ ന്യായം പറയാൻ വേണ്ടിയിട്ട് പറയുന്നത്, എൻ്റെ വീട്ടിൽ എൻ്റെ ചെറിയ മോനടക്കം ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. ലക്ഷ്മിയുടെ കുഞ്ഞുമോൻ, നമ്മളവനെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്, കൊച്ചു കുഞ്ഞാണ്, അവൻ ഈ ഷോ കാണുന്നുണ്ടെന്നാണ് ലക്ഷ്മി വീണ്ടും വീണ്ടും പറയുന്നത്. ലക്ഷ്മിയുടെ വെൽ വിഷേഴ്സ്, ലക്ഷ്മിയുടെ കുഞ്ഞ് നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അവരുടെ കുഞ്ഞ് ബിഗ് ബോസ് കാണുന്നൊരു ആ ഒരു പരിപാടി ഏറ്റവും മിനിമം ഈ വീക്കെൻഡ് എപ്പിസോഡ്സ് എങ്കിലും അവൻ കാണുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ആ കുഞ്ഞിനോട് ചെയ്യുന്നൊരു വലിയ നീതിയായിരിക്കും. കാരണം നമുക്ക് ഇത് ബിഗ് ബോസ് ഷോയാണ്, ലക്ഷ്മി ഒരു കണ്ടസ്റ്റൻറ്റ് മാത്രമാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാകുമ്പോൾ അവർ തിരുത്താൻ വേണ്ടിയാണ്, അവർ മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളവരെ, ഇപ്പോൾ ലാലേട്ടനാണെങ്കിലും അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ തിരുത്തണം, മാപ്പ് പറയണം, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ കുഞ്ഞ് ലക്ഷ്മിയെ കാണുന്നത് കണ്ടസ്റ്റൻ്റ് ആയിട്ടല്ല. അവനിത് ബിഗ് ബോസ് ഷോ ഒന്നുമല്ല, അവൻ അവൻ്റെ അമ്മയെ കാണാൻ വന്നിരിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ അവൻ്റെ അമ്മ എല്ലാവരാലും കുറ്റപ്പെടുത്തൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അവരെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നു, അപ്പോൾ ബാക്കിയുള്ളവർ ചിരിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കാൻ പോലും ആ കുഞ്ഞിന് അറിയുമോ അറിയില്ല, അത്രയും ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവൻ ഇതെല്ലാം കണ്ടു വളരുമ്പോൾ അവൻ പോലും അറിയാതെ അവൻ്റെ മനസ്സിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടാകുന്നുണ്ട് അവൻ്റെ അമ്മയെക്കുറിച്ച്. അവർ കണ്ണ് നിറഞ്ഞുകൊണ്ട് സോറി പറയുമ്പോൾ നമ്മളതിനെ കാണുന്നത് ഒരു മനുഷ്യൻ തിരുത്താൻ തയ്യാറായിട്ടുണ്ടല്ലോ, അതൊരു നല്ല കാര്യം എന്നാണ്. പക്ഷേ ആ കുഞ്ഞ് കാണുന്നത് എൻ്റെ അമ്മ എവിടെയോ പോയിരുന്ന് കരയാണ് എന്നുള്ളതാണ്. അവൻ കാണുന്ന സ്വപ്നങ്ങൾ എന്താണെന്ന് പോലും ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനുണ്ട്. അതുകൊണ്ട് ലക്ഷ്മിയുടെ വെൽ വിഷേഴ്സ്, ലക്ഷ്മിയുടെ കുഞ്ഞ് നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആ കുഞ്ഞ് ഷോ കാണരുത്. എസ്പെഷ്യലി വീക്കെൻഡ് എപ്പിസോഡ്സ് ഒരു കാരണവശാലും കാണാൻ പാടില്ല. ലക്ഷ്മിക്ക് അവരുടെ നെറ്റിയിൽ ഇൻഡു മാർക്ക് ഇട്ട് കൊടുത്ത ആളുകളോട്, ഷാനവാസിനോട് ലാലേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അവർക്ക് ഇതൊക്കെ തിരുത്തി ഇനി ഈ ഷോയിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഷാനവാസ് പറയുന്നത് അവർ ആദ്യ ദിവസം മുതൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ്. കിച്ചണിൽ ഫുഡ് സമയത്തിന് വേണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച ആ കാര്യത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. തിരുത്തി മുന്നോട്ട് വരാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല കാര്യം എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ആ ടാസ്ക് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ജിസേൽ മസ്താനിയുടെ നെറ്റിയിലാണ് മറ്റേ ഇൻഡു മാർക്ക് കൊടുക്കുന്നത്. അത് കൊടുത്തതിന് ശേഷം ജിസേൽ പറയുന്നൊരു കാര്യമുണ്ട്, അപ്പാനി ഇവിടുന്ന് പോയപ്പോൾ അവൾ ചിരിച്ചു, ഞങ്ങൾ കരഞ്ഞപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് സംസാരിച്ചു. പക്ഷേ വെറും 10 ദിവസം മാത്രം കൂടെ ഉണ്ടായിരുന്ന പ്രവീൺ ഈ ഹൗസിൽ നിന്ന് പുറത്തായി കഴിഞ്ഞപ്പോൾ മസ്താനി കരഞ്ഞു. അപ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ആലോചിച്ചത്, മസ്താനി കരഞ്ഞത് പ്രവീൺ ഔട്ടായത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനു മുമ്പ് മസ്താനി കേൾക്കേണ്ടി വന്ന കുറച്ച് കുറ്റം പറച്ചിലുകളൊക്കെ ഉണ്ട്. അപ്പം മുതൽ മസ്താനി ഇങ്ങനെ വിങ്ങിപ്പൊട്ടി ഇരിക്കുകയായിരുന്നു. കരയാനൊരു അവസരം കിട്ടാതെ അവർ കേഴുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പ്രവീൺ ഔട്ടായപ്പോൾ അക്കൂട്ടത്തിൽ അങ്ങ് കരഞ്ഞു എന്നുള്ളതല്ലാതെ പ്രവീൺ പോയതിൻ്റെ സങ്കടം കൊണ്ട് കരഞ്ഞു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ലക്ഷ്മിയോട് മാപ്പ് പറയുന്നോ എന്ത് തോന്നുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ലക്ഷ്മി ഒനിയിലിനോട് മാപ്പ് പറയുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തലേ ദിവസത്തെ ആദില നൂറ വിഷയത്തിലുള്ള അവരുടെ നിലപാടിനെ കുറിച്ച് അവർ വ്യക്തമാക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ
ഒനീലിനോട് അവർ മാപ്പ് പറയണം, ആദിലോടും നൂറയോടും പറയണം എന്നുള്ളതുപോലെ തന്നെ ഒനീലിനോടും അവർ മാപ്പ് പറയേണ്ടതാണ്. ഈ ഷോ എല്ലാം കഴിഞ്ഞ് ലാലേട്ടൻ ടാറ്റ പറഞ്ഞു പോയതിനു ശേഷവും അവർ ഒനീലുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒനീലിൻ്റെ സംസാരം എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി കേട്ടോ. കാരണം ഒനീൽ പറയാനുള്ളതെല്ലാം പറഞ്ഞു. എന്നാൽ അതേസമയം ലക്ഷ്മിയെ താഴ്ത്തി കെട്ടി മോശമാക്കി അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി അങ്ങനെ പറയുന്നതിന് ഒരു അയാൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഞാൻ നല്ല കുടുംബത്തിൽ നിന്നല്ല വന്നതെന്ന് പറഞ്ഞു, ഞാനൊരു നല്ല കുടുംബത്തിൽ നിന്ന് വന്നതാണ്, അതൊരു സെൻറ്റൻസ് കഴിഞ്ഞു. മാത്രമല്ല നിന്നോട് ഇതൊക്കെ പറഞ്ഞ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ഫ്രണ്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞു. ആ പറച്ചിലൊക്കെ ആക്ച്വലി നന്നായി നിന്നാൽ നിനക്ക് ഇവിടെ നിൽക്കാം എന്നുള്ളതാണ്. ഏറ്റവും ലാസ്റ്റ് ഒനിയിൽ ആ കോൺവെർസേഷൻ അവസാനിപ്പിക്കുന്നത് പ്ലീസ് പ്ലേ യുവർ ഗെയിം എന്നുള്ളതാണ്. അത് രണ്ടർത്ഥത്തിൽ നമുക്ക് വായിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഗെയിമായിട്ട് മുന്നോട്ട് പൊക്കോളൂ എന്നും പറയാം. നീ നിൻ്റെ ഗെയിം എന്താണെന്ന് വെച്ചാൽ കളിക്ക്, അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറയുന്ന ഒരു സാധനം അതിലുണ്ട്. ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് ഒനീലിൻ്റെ ബോഡി ലാംഗ്വേജ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിപ്പോയി. അയാൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് സംസാരിക്കുന്നു. അതിന് മുമ്പ് കോൺഫിഡൻസ് അയാൾ കുറഞ്ഞതായിട്ട് പുറമേ കാണിച്ചിട്ടില്ല. അപ്പോൾ പോലും ആ ഫാമിലിയിൽ നിന്നുള്ളൊരു സപ്പോർട്ട് വരുമ്പോൾ, തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരാളിൽ നിറയുന്നൊരു ഊർജ്ജമുണ്ട്, അത് കാണാനുണ്ട്. ആൻഡ് ലക്ഷ്മിയുടെ മുഖത്ത് നോക്കാൻ അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു താല്പര്യം വന്നിട്ടില്ല, അല്ലെങ്കിൽ അത് ആ ഒരു മൂഡിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കോൺവെർസേഷൻ നടക്കുന്നതിനിടയ്ക്കും അതിന് മുമ്പ് ലാലേട്ടനോടാണെങ്കിലും ലക്ഷ്മി പറയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനൊരു ഫോൾസ് അലിഗേഷൻ വന്നിട്ടുള്ളൊരു സുഹൃത്ത് തനിക്കുണ്ട് എന്നുള്ളതാണ് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നത്. ഒനീലിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ഫോൾസ് അലിഗേഷൻ വന്നതിൻ്റെ പേരിൽ തൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫ് സൂയിസൈഡ് ചെയ്യാൻ വരെ പോയിട്ടുള്ള അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ലക്ഷ്മിക്ക് അറിയാം, ഒരു ഫോൾസ് അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു പുരുഷന് നേരെ ഒരു ഫോൾസ് അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാകും, ഏതറ്റം വരെയും ആ പ്രശ്നം ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു മിനിമം ധാരണയെങ്കിലും എന്തായാലും ലക്ഷ്മിക്കുണ്ട്. ആദിലെയും നൂറയ്ക്കും ഒക്കെ എതിരെയുള്ള അവരുടെ ആരോപണങ്ങൾ നിങ്ങൾ നോക്കൂ. ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന കാര്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അവരുടെ ജീവിതം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ലക്ഷ്മി. അവരുടെ പേഴ്സണൽ സ്റ്റോറി പറയുന്ന സമയത്താണെങ്കിലും ഒക്കെ അവർക്കത് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ കുടുംബം എന്ന് പറയുന്നൊരു ഫാക്ടറിലേക്ക് വരുമ്പോൾ അവർ ഈ മകനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ളത്, ഫാമിലിയെക്കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഘടകങ്ങളുടെ ഒക്കെ ഇമ്പോർട്ടൻസ് അറിഞ്ഞതിന് ശേഷവും ലക്ഷ്മി ഗെയിമിൻ്റെ ഭാഗമായി പല ആളുകളെയും ടാർഗറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ടോപ്പിക്കുകളാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഘടകങ്ങൾ ഇവിടെ ആക്രമിക്കപ്പെടും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലക്ഷ്മി ഓരോ കാര്യങ്ങളും മുന്നിലേക്ക് എടുത്തു വെക്കുന്നത്. ഞാനിത് ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രമല്ല സംസാരിക്കുന്നത്. ഈ പറയുന്ന ഓരോ ആംഗിളുകളിലുള്ള പ്രശ്നങ്ങളെയും നേരിട്ടറിഞ്ഞിട്ടുള്ള ആളായിട്ട് പോലും ഇതേ കാര്യങ്ങളെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരെ മാനസികമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും തിരുത്തപ്പെടാനുള്ള കുറേ കാര്യങ്ങൾ ലക്ഷ്മിയിലുണ്ട്. അതിപ്പോൾ നമ്മളൊരു മാനസികമായിട്ടുള്ളൊരു നിലയിലേക്ക് നോക്കാനാണെങ്കിലും സാമൂഹികമായിട്ടുള്ളൊരു നിലയിലേക്ക് നോക്കാനാണെങ്കിലും ലക്ഷ്മിയിൽ തിരുത്തപ്പെടാനുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. നമ്മുടെ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ 2 സൈക്കോളജിസ്റ്റുകൾ ഓൾറെഡി കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവരിൽ തിരുത്തപ്പെടേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അത് തീർച്ചയായും അവരോട് ഏറ്റവും സൗഹൃദത്തിൽ നിൽക്കുന്ന ആളുകളും കൂടി എഫേർട്ട് ഇട്ട് അവർക്കൊപ്പം നിൽക്കേണ്ടതാണ്. ലക്ഷ്മി ഒനീലിനോട് മാപ്പ് പറഞ്ഞ സംഭവം ഇനി എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ആഘോഷിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അവരെ വറുത്തെടുക്കുന്നു, പൊരിച്ചെടുക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരുപാട് ട്രോളുകളും മീമുകളും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മളിവിടെ ആക്ച്വലി ആഗ്രഹിക്കുന്നത് എന്താണ്? ലക്ഷ്മി വിമർശിക്കപ്പെടണം എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം എന്തിനായിരുന്നു? ആ വിമർശനങ്ങളിലൂടെ അവരിലെ വ്യക്തി കുറേയും കൂടി തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്തപ്പെട്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒനീലിനോട് മാപ്പ് പറഞ്ഞു. ആക്ച്വലി അവർ ആദിലോടും നൂറയോടും കൂടി മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു. ഈ പറയുന്ന ആശയങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന LGBTQ കമ്മ്യൂണിറ്റിയോടുള്ള എൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എനിക്കത് അക്സെപ്റ്റ് ചെയ്ത് വരാൻ സമയമെടുക്കും. പക്ഷേ 2 മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളോട് വീട്ടിൽ കയറ്റാൻ പറ്റാത്ത, സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകൾ എന്നൊക്കെ പറഞ്ഞത് അത് ഞാൻ വളരെ മോശമായി ഉപയോഗിച്ച് പോയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു എന്താ പറയുക, ഈ സ്ഫുടം ചെയ്തെടുക്കുക എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലെ ഒരു മനുഷ്യൻ വല്ലാണ്ട് ക്ലീൻ ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഒനീലിൻ്റെ അടുത്ത് മാപ്പ് പറയുന്ന സമയത്തും അവരുടെ ഭാഗത്തുണ്ടായ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ മാപ്പ് പറയുന്നു എന്നുള്ളത് അതൊരു മനുഷ്യൻ്റെ തിരുത്തലിൻ്റെ തുടക്കമാണ്. ഒരു പക്ഷേ ഒനീലിനോട് മാപ്പ് പറഞ്ഞായിരിക്കും അവരുടെ തുടക്കം. ഇനിയുള്ള ദിവസങ്ങളിൽ ആദിലയോടും നൂറയോടും അവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ള കാര്യങ്ങളും കണ്ട് നമുക്ക് വിലയിരുത്താം. പക്ഷേ ഞാൻ പറയുന്നത് ഈ വിഷയം നമുക്ക് ഇവിടെ വിടാം എന്നുള്ളതാണ്. ഇനി അങ്ങോട്ടേക്ക് ലക്ഷ്മിയെ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് പകരം ഈ വിഷയങ്ങൾ നമുക്കിവിടെ തൽക്കാലം അവസാനിപ്പിച്ച് അവർക്ക് ഇനിയും തിരുത്തപ്പെടാനും ഇനിയുള്ള അവരുടെ പ്രവൃത്തി വെച്ച് അവരുടെ ഗെയിമിനെ ഒക്കെ വിലയിരുത്താനും നമ്മളും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ലാലേട്ടൻ ഒനീലിനോട് ചോദിക്കുന്നുണ്ട്, ഒനീൽ ആ മാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ എന്ന്. അപ്പോൾ ഒനീൽ പറയുന്ന മറുപടി ലക്ഷ്മി എല്ലാ പുരുഷന്മാരോടും മാപ്പ് പറയണം എന്നുള്ളതാണ്. അത് അയാളുടെ വികാരമാണ്. മാത്രമല്ല തെറ്റ് ചെയ്യാതെ ഇതുപോലെ കുറ്റം പറച്ചിൽ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് പുരുഷന്മാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ന്യായം കിട്ടുക എന്ന് പറയുന്ന ആ ഒരു ആംഗിളിലൊക്കെ ആയിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ നമ്മളതിനെ ചിന്തിക്കുമ്പോൾ ആക്ച്വലി
എല്ലാ പുരുഷന്മാരോടും മാത്രമല്ല ലക്ഷ്മി അവിടെ മാപ്പ് പറയേണ്ടതായിട്ടുള്ളത്. ലക്ഷ്മി ആദ്യം തൻ്റെ കൂടെ കളിക്കുന്ന ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്തും മാപ്പ് പറയണം. ഇങ്ങനൊരു വിഷയം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ, അതിങ്ങനെ ഡീൽ ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള, ഇപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എൻ്റെ ബ്രദർ നേരിട്ടത് എന്ന് പറയുമ്പോൾ അവർക്കൊക്കെയും പരസ്പരമുള്ള സ്നേഹ ബഹുമാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ അവതാളത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ്. ലാലേട്ടൻ പോലും ഇത്രയും സമയം ഇതിനു വേണ്ടി മെനക്കെടുത്തേണ്ടി വരുന്നു. ഇതിൻ്റെ പേരിൽ സൈബർ ഇടങ്ങളിൽ ഇവരിൽ ഓരോരുത്തരും കേൾക്കേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പരിഗണിക്കുമ്പോൾ തീർച്ചയായും മസ്താനിയോടും ലക്ഷ്മി മാപ്പ് പറയേണ്ടതായിട്ടുണ്ട്. നമുക്കിത് രഹസ്യമായി പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞിരുന്നൊരു കാര്യത്തെ ഇത്രയും വലിയൊരു വിഷയമാക്കി മാറ്റുമ്പോൾ മസ്താനിയും ലക്ഷ്മിയിൽ നിന്ന് ഒരു അപ്പോളജി അർഹിക്കുന്നുണ്ട്. ഒനീലിനോട് മാപ്പ് പറയുന്നത് പോലെ തന്നെ ഒനീലിൻ്റെ ഫാമിലിയോടും ലക്ഷ്മി മാപ്പ് പറയേണ്ടതാണ്. ആ ഒരു അമ്മയുമായിട്ടുള്ള ഫോൺ കോൾ സംഭവിച്ച സമയത്ത് ആക്ച്വലി അങ്ങനെ ഇടയിൽ കയറി നിന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ആ സമയത്ത് അവർ ചിലപ്പോൾ ഈ ഇത്രയും സംസാരത്തിനിടയ്ക്ക് ഔട്ട് ഓഫ് മൈൻഡ് ആയി പോയതായിരിക്കാം. എങ്കിൽ പോലും ആ അമ്മയോടും കൂടി മാപ്പ് പറയേണ്ടതാണ്. അവർ അനുഭവിച്ചിട്ടുള്ള ഒരു സ്ട്രെസ്സില്ലേ, അദ്ദേഹത്തിൻ്റെ ഫാമിലി മുഴുവൻ അനുഭവിച്ചിട്ടുള്ള ഈ ദിവസങ്ങൾ ഓരോന്നും കടന്നു പോകുന്ന സമയത്ത് അവർ മകൻ എന്ത് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മകൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ച് അവരനുഭവിച്ചിട്ടുള്ളൊരു മാനസികമായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. അവിടെയൊക്കെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടും ലക്ഷ്മി മാപ്പ് പറയേണ്ടതാണ്. ഫാമിലിയെ പോലെ തന്നെ ഈ പറയുന്നൊരു പ്രശ്നം നടന്നതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം നമ്മൾ കണ്ടിട്ടുള്ള ഉന്നീലിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, ഉന്നീലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കൾ, അവരോടും ലക്ഷ്മി മാപ്പ് പറയേണ്ടതാണ്. അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരോട് ഒന്നടങ്കം മാപ്പ് പറയേണ്ടതാണ്. ഇങ്ങനൊരു വിഷയത്തിനെ ഇത്രയും മോശമായി അവതരിപ്പിച്ച് ഇത്രയും ആളുകൾ പല രീതിയിൽ ചിന്തിച്ചല്ലോ. എത്രയോ ആളുകളുടെ സമയമാണ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വന്നത്. എത്രയോ വിദ്വേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, എത്രയോ സങ്കടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തു പോയി. പ്രേക്ഷകരുടെ മുമ്പിലും ലക്ഷ്മി മാപ്പ് പറയേണ്ടതാണ്. ഫോൾസ് അലിഗേഷൻ നേരിട്ടിട്ടുള്ള അനീതി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള പുരുഷന്മാരോട് ലക്ഷ്മി മാപ്പ് പറയണം. അതുപോലെ തന്നെ ഇത്തരമൊരു ഫേക്ക് ആയിട്ടുള്ള, ഫോൾസ് ആയിട്ടുള്ള അലിഗേഷൻ ഒരാൾക്ക് നേരെ ഉന്നയിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന പ്രശ്നം പിന്നീട് അങ്ങോട്ട് യഥാർത്ഥ പരാതികളുമായി മുന്നോട്ട് വരുന്ന സ്ത്രീകളും അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവരൊക്കെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പുരുഷനെതിരെ ഒരു പരാതിയുമായി വരുന്ന എത്രയോ സ്ത്രീകൾ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കപ്പെടുന്നത്, മോശമായി ചിത്രീകരിക്കപ്പെടുന്നത്, വിക്ടിം ഷെയ്മിങ് അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു കാരണം ഇതുപോലെയുള്ള ഫോൾസ് അലിഗേഷൻസ് മുമ്പ് വരികയും അത് തെറ്റായിരുന്നു എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തതാണ്. അങ്ങനെ നോക്കുമ്പോൾ പുരുഷന്മാരോട് മാത്രമല്ല സ്ത്രീകളോടും ലക്ഷ്മി മാപ്പ് പറയണം. എന്തായാലും ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി മുഴുവൻ ഞാൻ ഏറ്റെടുക്കുകയാണ്. ഒനീലിനോട് മാപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മി ഇരിക്കുന്നത്. അപ്പോഴും ഈ കോൺവെർസേഷനൊക്കെ നടക്കുമ്പോഴും നെവിൻ ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അയാളോട് നീ ഉറങ്ങിയോ എന്നൊക്കെ ലാലേട്ടൻ വിളിച്ച് ചോദിക്കുന്നത് കേട്ടു. കഷ്ടമാണ് നെവിൻ എന്നാണ് പറയാൻ തോന്നുന്നത്. അത് കഴിഞ്ഞ് മസ്താനി എവിക്റ്റായി എന്നുള്ള കാര്യമാണ് അവിടെ അറിയിക്കുന്നത്. അത് അറിയിച്ചതിന് ശേഷമുള്ള ആളുകളുടെ കുറച്ച് ആക്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. അനുമോൾ ആസ് യൂഷ്വൽ ചെന്ന് മസ്താനിയെ കെട്ടിപ്പിടിച്ച് ആ ഒരു സങ്കടം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. പ്രവീൺ ഔട്ടാവുന്ന സമയത്തും അനുമോൾ വളരെ സാഡായിട്ട് ഒപ്പം നിൽക്കാനും ഫോട്ടോയിൽ ഫ്രണ്ടിൽ വരാനും ഒക്കെ വേണ്ടിയിട്ടുള്ള അവരുടെ സങ്കടം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മസ്താനിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മസ്താനി ആക്ച്വലി അനുമോളെ ഹഗ് ചെയ്തിട്ടില്ല. എനിക്ക് ഹഗ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള ആംഗിളിൽ തന്നെ ചരിഞ്ഞ് നിന്നിട്ടാണ് അവരുടെ ആ ഒരു ഹഗ്ഗിന് മറുപടി കൊടുക്കുന്നത്. അതിനുശേഷം അവർ ഇറങ്ങിപ്പോകുന്ന സമയത്താണെങ്കിലും അവിടെ ആളുകളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ലക്ഷ്മിയോടും നെവിനോടും മാത്രമാണ് നന്നായി കളിക്കൂ, ഗുഡ് ബൈ എന്നുള്ള കാര്യം പറഞ്ഞത്. ഇറങ്ങുന്ന സമയത്ത് ജിഷിൻ ചേട്ടാ എന്നൊരു അഭിസംബോധന അവിടെ ഉണ്ടായിരുന്നു. ഒനീലിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുള്ളൊരു ജസ്റ്റർ അയാൾ ഇറങ്ങുന്ന സമയത്ത് മസ്താനിയോട് ഓൾ ദ ബെസ്റ്റ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ആ സമയത്ത് ഡാൻസ് കളിച്ചത് ആര്യനായിരുന്നു. ആര്യൻ അപ്പാനിക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യൻ ഡാൻസ് കളിക്കുന്നത്. അങ്ങനെ ആര്യൻ ഡാൻസ് കളിക്കുന്ന സമയത്ത് ആര്യന് ജിസയിൽ കൊണ്ടുവന്ന് പുലികളിയുടെ മാസ്ക് കൊടുക്കുന്നുണ്ട്. കാരണം പുലികളിയുടെ മാസ്ക് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പാനി ശരത്ത് ഔട്ടായി പോയത്. അപ്പോൾ അപ്പാനിക്ക് വേണ്ടി എന്നുള്ളൊരു രീതിയിലാണ് ആ സമയത്ത് അക്ബറൊക്കെ വന്ന് ആര്യനെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. ആദിലയും നൂറയും ഈ ഒരു ആക്ട് കാണുമ്പോൾ അവർ ആക്ച്വലി സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം മസ്താനി പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഹാപ്പിയാണെന്നുള്ളതൊക്കെ പ്രകടിപ്പിച്ചതിന് ശേഷം ക്യാമറയിൽ വന്ന് അപ്പാനി ശരത്തിനോടായിട്ട് ബിന്നി, റെന, അക്ബർ, ആര്യൻ തുടങ്ങിയവരൊക്കെ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം അപ്പാനി ശരത്തിനോട് പറയുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങളത് ചെയ്തു, അവൾ ആ വിഷമം മനസ്സിലാക്കി എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ റെന വന്ന് പറയുന്നത് കർമ്മ ഉണ്ട് എന്ന് ചേട്ടൻ പറഞ്ഞിരുന്നില്ലേ, കർമ്മ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു കാര്യവും കൂടി അവിടെ പറയുന്നുണ്ട്. എന്തായാലും അവർ അപ്പാനി ശരത്തിന് കൊടുക്കുന്നൊരു സ്നേഹമുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആക്ട് എന്ന് പറയുന്നത് അപ്പാനി ശരത്ത് പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അയാൾ പോയപ്പോൾ ഇവരൊക്കെ വളരെ ജെന്യൂനായിട്ട് വളരെ സങ്കടത്തിലിരിക്കുകയായിരുന്നു. അതിനുശേഷവും അയാളെ ഓർക്കുന്ന, അയാൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഇമേജ് അല്ല അവർ ആ സമയത്ത് നോക്കിയത്. അവർ അപ്പാനിക്ക് വേണ്ടിയിട്ട് ആ കാര്യം ചെയ്യുകയാണ്. അതൊരു സൗഹൃദം ഉണ്ടാക്കിയ പോലാണ്. അപ്പാനി ശരത്തിനെ നോക്കിക്കഴിഞ്ഞാൽ അയാൾ എല്ലാവരോടും ബഹളം വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോഴും സൗഹൃദത്തിനെ ആ സൗഹൃദമായി കീപ്പ് ചെയ്യാനുള്ള അയാളുടെ ഒരു കഴിവ്, ആ സൗഹൃദത്തെ മനസ്സിലാക്കിയിട്ടുള്ള ബിഗ് ബോസ് ഹൗസിലുള്ള ഇങ്ങനെ കുറച്ച് ആളുകൾ, ഇവരെ കൂടി കാണുമ്പോഴാണ് അതൊരു സന്തോഷമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതിങ്ങനെയാണ്
നിങ്ങൾ ഈ ഗെയിമിനൊക്കെ അപ്പുറം നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളായി ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ലാലേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും അതേ കാര്യം തന്നെയാണ്. എന്നാൽ മസ്താനി ഇറങ്ങി പോകുന്ന സമയത്ത് മസ്താനിക്ക് തന്നെ സംസാരിക്കാൻ അവിടെ രണ്ടുപേരേ ഉള്ളൂ, അല്ലെങ്കിൽ ജിഷിനെ കൂടിയാണ് അവർക്ക് എക്സ്ട്രാ കൂട്ട് വിളിക്കാനുണ്ടായിരുന്നത്. ബാക്കി ആരും തന്നെ അവരത്രയും സങ്കടത്തിലാണെന്നും തോന്നുന്നില്ല. അതുപോലെ മസ്താനിക്കും ആ പറയുന്നൊരു കണക്ഷൻ ആരോടും ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നതും അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് മസ്താനിയുടെ ചോയ്സാണ് ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെ വേണമെന്നുള്ളത്. പക്ഷേ അത് കണ്ടപ്പോൾ ഒന്ന് സൂചിപ്പിക്കണമെന്ന് തോന്നി. എസ്പെഷ്യലി അപ്പാനിശരത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആ സൗഹൃദം കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു സന്തോഷമായിരുന്നു. പുറത്തിറങ്ങിയ ശേഷം ലാലേട്ടൻ ചോദിക്കുമ്പോൾ മസ്താനി പറയുന്നത് 13 എൻ്റെ അൺലക്കി നമ്പറാണ്, അതുകൊണ്ടാണെന്നൊക്കെയാണ്. അതുകൊണ്ടൊന്നുമല്ല ഔട്ടായി പോയിട്ടുള്ളത്, അത് കയ്യിലിരിപ്പ് കൊണ്ടാണ്, ഗെയിം സ്ട്രാറ്റജിയുടെ കുഴപ്പം കൊണ്ടാണ്, ആളുകളെ ട്രീറ്റ് ചെയ്തതിലുള്ള ബുദ്ധിമുട്ടാണ്. കാരണം ഒരു 10-38 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 30 ദിവസം കൊണ്ടൊക്കെ ഇവരിൽ ഓരോ ആളുകളും പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതിൽ അവർക്ക് പലരോടും സ്നേഹം ഉണ്ടായേക്കാം, ചിലപ്പോൾ മറിച്ചെന്തെങ്കിലും വികാരമായിരിക്കും. അവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുക, ആരെയും ഒരു മനുഷ്യനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത്, വളരെ ഇൻറ്റൻഷനലി മോശമായി അവരെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്, അത് എല്ലാ മനുഷ്യരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, ഇൻക്ലൂഡിങ് യുവർ ഫാൻസ്. അപ്പോൾ സ്വാഭാവികമായും ആ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്, ആ സ്ട്രാറ്റജിയുടെ കുഴപ്പം കൊണ്ടാണ് മസ്താനി ഔട്ടായി പോയിട്ടുള്ളത്. അത് 13 എന്ന് പറയുന്ന അൺലക്കി നമ്പർ ആയതുകൊണ്ടല്ല. പിന്നീട് ലക്ഷ്മിയും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രവീൺ ഔട്ടായി പോയപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ മസ്താനി പറയുന്നുണ്ടായിരുന്നു 13 അൺലക്കി നമ്പർ ആണെന്ന് പറയുന്ന ഒരു ഇൻറ്റ്യൂഷൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലതാണ്. എന്തായാലും നെക്സ്റ്റ് വീക്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഒരു ഹോട്ടലാണ് എന്നാണ് ലാലേട്ടൻ പറയുന്നത്. ഒരു കിച്ചൺ, ഒരൊറ്റ കിച്ചൺ, ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു കിച്ചൺ, അത് ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഒരു തവണ പോലും ഒനിയിലൊന്ന് മാറ്റി നിർത്തിയേക്ക്, ഒരു തവണ പോലും മര്യാദക്ക് റൺ ചെയ്ത് കൊണ്ടുപോയിട്ടില്ലാത്ത ആളുകൾ, തിന്നാൻ കൊടുക്കുന്നതൊക്കെ കട്ട് തിന്നുന്ന ആളുകൾ, ഭക്ഷണം കൃത്യമായ അളവിൽ എല്ലാവർക്കും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളങ്ങൾ ഉണ്ടാകുന്ന, ഹൈജീൻ കൃത്യമായി പാലിക്കാത്ത ആളുകൾ, ഇവരാണോ ഹോട്ടൽ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിൽ തോന്നുന്നൊരു കാര്യം. വരും ദിവസങ്ങളിൽ നമുക്കത് കണ്ടറിയാം. അത് കഴിഞ്ഞ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അത്ര സുഖകരമായിട്ടുള്ള ഒരു രീതിയിലല്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മസ്താനി വളരെയധികം സന്തോഷിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. കാരണം മസ്താനിയുടെ അടുത്ത് കർമ്മയാണെന്നൊക്കെ പറഞ്ഞ് അവർ ഇറങ്ങുന്ന സമയത്ത് കളിയാക്കിയിട്ടുള്ള അത്രയും ആളുകൾ ചേരുന്ന ഒരു പ്രശ്നമാണ് സംഭവിച്ചിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ആര്യൻ കിടക്കുന്ന കട്ടിലിൽ നെവിൻ കയറി കിടന്നു. ആര്യൻ നെവിനെ ചവിട്ടി മാറ്റാനൊക്കെ നോക്കി, പക്ഷേ നെവിൻ അവിടെ തന്നെ കിടന്നു. അപ്പോൾ ആര്യൻ നേരെ നെവിൻ്റെ കട്ടിലിൽ പോയി കിടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആര്യനെ ചൊറിയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന നെവിൻ അവിടെ നിന്ന് എണീറ്റ് അനുമോളുടെ കട്ടിലിൽ പോയി കിടക്കുന്നുണ്ട്. അനുമോളിനെ ചൊറിയാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും നെവിൻ എണീറ്റ് മാറിയല്ലോ. ആര്യൻ അവൻ്റെ കട്ടിലേക്ക് കിടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് റെന കയറി കിടക്കുന്നുണ്ട്. റെന കയറി കിടക്കുമ്പോൾ ആര്യൻ റെനയുടെ പുറത്ത് കയറി കിടക്കും. നീ ഇവിടെ കിടക്കുകയാണെങ്കിൽ ഞാൻ നിൻ്റെ പുറത്ത് കയറി കിടക്കും, എനിക്കിവിടെ കിടന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അയാൾ 2 കൈയും കാലും കൂടി റെനയുടെ പുറത്തേക്ക് വെക്കുന്ന പോലെ ആവുന്നുണ്ട്. അപ്പോൾ തന്നെ റെന എണീക്കുകയും മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം റെനയും ബിന്നിയും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മൾ കാണുന്നത്. റെന ആക്ച്വലി കരയുന്നുണ്ട്. അപ്പോൾ ആര്യൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അങ്ങനെ ചെയ്തത് ശരിയാണോ എന്നുള്ളതാണ്. ബിന്നി റെനെ ഉപദേശിക്കുന്നത്, നീ ഇത് മനസ്സിലിട്ട് പ്രോസസ്സ് ചെയ്യുക, ഇതിൽ എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത് നീ ആലോചിച്ച് തീരുമാനിക്കുക, അതിനുശേഷം ആലോചിച്ച് തീരുമാനിച്ചിട്ട് നമുക്കിത് സംസാരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്തേക്ക് അങ്ങോട്ട് അനുമോളും കൂടി വന്ന് ചേരുന്നുണ്ട്. അനുമോളും ഈ ഒരു കോൺവെർസേഷൻ്റെ ഭാഗമാവുന്നുണ്ട്. എന്തായാലും റെനെ ഇച്ചിരി സാഡാണ്. ഇത് നമ്മൾ നോക്കുമ്പോൾ ആര്യൻ ഒരു എപ്പിസോഡ് ഇതിൻ്റെ ഷൂട്ട് പരിപാടികൾ, ഗെയിം പരിപാടികളെല്ലാം കഴിഞ്ഞ് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അങ്ങനെ കിടക്കാൻ വരുന്ന ഒരാളെ തടസ്സപ്പെടുത്തുന്ന സമയത്ത് അയാൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കാൻ നിൽക്കുമോ, അതോ എണീറ്റ് പോടെ എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കാം. പക്ഷേ ആര്യൻ്റെ ഭാഗത്ത് നിന്ന് നീ എണീറ്റ് മാറിയില്ലെങ്കിൽ ഞാൻ നിൻ്റെ പുറത്ത് കയറി കിടക്കും എന്ന് പറയുന്നൊരു വാണിംഗ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അവർക്കിടയിൽ സംസാരിച്ച് വേണം ഈ പറയുന്ന ഒരു മോശം ഇൻറ്റൻഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്കിടയിൽ നടന്നിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അതൊന്ന് പ്രോപ്പറായതിനു ശേഷം അവർ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കട്ടെ എന്നാണ് തോന്നിയത്. ഒനീലിൻ്റെയും ലക്ഷ്മിയുടെയും കേസിൽ നമുക്കിത് ക്ലിയർ കട്ടായിട്ട് അറിയാം, ഇതാണ് സംഭവം. അപ്പോൾ ഇവരിതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുണ്ടായ പ്രശ്നമാണ് എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇത് റെനയും ആര്യനും ഒക്കെ വളരെ ക്ലോസ് ആയിരുന്നു. അവർ റെന ജിസൈൽ ആര്യൻ കോമ്പിനേഷൻ ആയിരുന്നു. ആ കോമ്പിനേഷനിൽ അവർ ഒരുമിച്ച് ഒരുപാട് സമയം ഇരുന്നിട്ടുണ്ട്, ഒത്തിരി ചിലവഴിച്ചിട്ടുണ്ട്, ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടുകൂടി സംസാരിച്ചിട്ടുണ്ട്, ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ആ പറയുന്ന കാര്യങ്ങളും കൂടി പരിഗണിക്കുമ്പോൾ ആര്യൻ മോശമായി പ്രവർത്തിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് റെന അതിനെങ്ങനെയാണ് പ്രിപ്പയർഡ് ആയിരുന്നത്, ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളുണ്ട്. അത് അവർക്കിടയിൽ സംസാരിച്ച് ഒരു തീരുമാനമായതിനു ശേഷം, അല്ലെങ്കിൽ തീരുമാനമാവുന്നില്ലെങ്കിൽ റെന അതൊരു വിഷയമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു അനാവശ്യമായ ആക്ട് അവിടെ നടന്നത്, അല്ലെങ്കിൽ അത് മനസ്സിലാവുന്നില്ല. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അവർ തന്നെ അത് സംസാരിച്ച് ഒതുക്കി നമ്മളും കൂടി സംസാരിച്ച് നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലാതെ ലാലേട്ടൻ ഇനി വന്നിട്ട് ഞാൻ പോയതിൻ്റെ പുറകെ നിങ്ങളിവിടെ ഒപ്പിച്ച അടുത്ത പ്രശ്നം എന്താണെന്ന് എന്ന് പറയുന്ന പോലെ എല്ലാ ആഴ്ചയും ഈ മനുഷ്യൻ വന്നിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ തീർക്കുക എന്ന് പറയുന്നത് അത് പുള്ളിയുടെ ജോലിയാണ്. എന്നാലും പുള്ളിയെ ഇങ്ങനത്തെ കേസ് പറഞ്ഞ് ഇനിയും ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറയാൻ തോന്നുന്നുണ്ട്. അവർ തമ്മിൽ പ്രശ്നം പരിഹരിച്ച് തീർക്കട്ടെ. അതെങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അനലൈസ് ചെയ്യാം. ലാലേട്ടൻ വരുന്നത് വരെ ഒരു ഊതിപ്പെരുപ്പിക്കപ്പെട്ട വിഷയമായി തുടരാതിരിക്കട്ടെ അല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇന്ന്
എവിക്റ്റായി പോയിട്ടുള്ള ആളുകളടക്കം ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുക്കുന്ന ആളുകളെ അവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, അവരുടെ ഫാമിലി അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. അവർ ഗെയിം കളിച്ചു, ഗെയിമിൻ്റെ ഭാഗമായി നമുക്ക് സംസാരിക്കാനുള്ളതും ചോദിക്കാനും പറയാനുള്ളതും എല്ലാം ആ ഗെയിം തീരുന്നതോടുകൂടി കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് അത് ഉള്ളിൽ കൊണ്ട് നടക്കാതിരിക്കുക എന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് താങ്ക് യു, ബൈ.